എല്ലാവർക്കും ടെക്ലിമൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടോ G35 കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോട്ടോ G34 ഒരു സക്സസർ ആയിട്ടായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത്. സോ ഇതിന്റെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ അടുത്ത ലോഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ നോക്കിയിട്ട് സ്പെക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ടിപ്പിക്കൽ മോട്ടോ ഡിസൈൻ ആണ്. G34 ഓൾമോസ്റ്റ് സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. വീഗൻ ലെതർ ബാക്ക് ആണ്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരാൻ പോകുന്നത്. പിന്നെ IP54 റേറ്റിംഗ് വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്. ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 6.5 ഇഞ്ചിന്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആയിരിക്കും. പിന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗ് കാണാം നമുക്ക്. പിന്നെ 500 നിറ്റ്സ് ബ്രൈറ്റ്നസും കാണും. സോ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല ഡിസ്പ്ലേ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഫുൾ HD വരുവാണെങ്കിൽ ഫുൾ HD+ വരുവാണെങ്കിൽ അത്രയും നല്ലത്. നെക്സ്റ്റ് ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 3.5mm ജാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലതായിരിക്കും പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് സ്നാപ്ഡ്രാഗണിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് യൂണിസോക്സ് T760 എന്ന് പറഞ്ഞൊരു പ്രോസറാണ് വരുന്നത്. 6 nm പ്രോസറാണ്. സ്പെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. LPDDR4X RAM UFS 2.2 സ്റ്റോറേജ് ആണ് വരാൻ പോകുന്നത്. പിന്നെ ഹൈബ്രിഡ് കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മെമ്മറി എക്സ്പാൻഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രോസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു സ്നാപ്ഡ്രാഗൺ 695 അത്രയും പെർഫോം ചെയ്യുന്നൊരു പ്രോസർ തന്നെയാണിത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 695 ഇല്ലാത്ത കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് ഇതിന് വരുന്നുണ്ട്. ഒന്ന് 4K എൻകോഡിങ്ങും ഡീകോഡിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ 4K വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ. പിന്നെ നമുക്ക് 4K വീഡിയോസ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിലും പിന്നെ റെക്കോർഡ് ചെയ്യാനും പറ്റും. 4K വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ അങ്ങനെ ആരും 4K വീഡിയോ റെക്കോർഡിംഗ് കൊടുക്കാറില്ല. പിന്നെ നമുക്ക് ഇതിന്റെ ആന്റിറ്റി സ്കോറും ഗിഗ്ബെഞ്ച് സ്കോറൊക്കെ നോക്കാം. ആന്റിറ്റി സ്കോർ ഇൻഡിവിജ്വൽ സ്കോർസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു ടോട്ടൽ സ്കോറേ കിട്ടിയിട്ടുള്ളൂ 5,14,000. ഗിഗ്ബെഞ്ച് 6 ആണെങ്കിൽ നമുക്ക് സിംഗിൾ 745, മൾട്ടി 2343 ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ളൊരു പ്രോസറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. നെക്സ്റ്റ് നമ്മൾ ഓസിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരിക. ഹലോ UI ആണ് വരുന്നത്. 1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. സോ നമുക്കറിയാം ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് ഫോണാണ്. സോ അതുകൊണ്ട് തന്നെ വലിയ സോഫ്റ്റ്വെയർ സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കരുത്. നെക്സ്റ്റ് നമ്മൾ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി ഒരു 50 മെഗാ സെൻസറാണ് വരുന്നത്. സെക്കൻഡറി നമുക്കൊരു 2 മെഗാ ഡെപ്ത് അല്ലെങ്കിൽ മാക്രോ ആയിരിക്കും വരാൻ പോകുന്നത്. സെൽഫി ആണെങ്കിൽ 16 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. സോ ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് ഫോണിന്റെ പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടും ക്യാമറയുടെ കാര്യത്തിൽ. പിന്നെ ആ 10K ആ റേഞ്ച് വരുന്ന ഫോണുകളുടെ സെയിം സെറ്റപ്പ്, ഓൾമോസ്റ്റ് സെയിം സെറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും വരുന്നത്. നെക്സ്റ്റ് ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. 20 വാട്ട്സ് ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും ചെയ്യും. നെക്സ്റ്റ് നമ്മൾ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 5G ആണ്. ഒബിയസ്ലി Wi-Fi 5 ആണ്. ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. പിന്നെ USB Type-C 2.0, 3.5mm ജാക്ക് വരുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വേരിയന്റാണ്. 4GB 128, 4GB 128, 8GB 128. എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10,000 തൊട്ട് 12,000 റേഞ്ചാണ് വരുന്നത്. ആ മോട്ടോ G34 സെയിം പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു വരുന്നത്. ഇത് പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോം ചെയ്യുന്ന ഒരു പ്രോസർ നമുക്ക് ഇതിൻ്റെ കിട്ടുന്നുണ്ട്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. എല്ലാ അത്യാവശ്യം പറ്റിയ എല്ലാ 10K റേഞ്ചിൽ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഫുൾ HD+ ഡിസ്പ്ലേ കൂടി വരുവാണെങ്കിൽ നല്ലത്. സോ ഇതാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ.